സുനിത മോളെ, സുഖം തന്നെയാണോ? സുഖം തന്നെ. എന്നാ ശരി വരട്ടെ. ഒന്നേ, എന്താ മോളെ? ഇത് ദിവസവും ഞാൻ പറയണോ? EB ബോക്സിന്റെ മേലെയാണോ നിങ്ങൾ ഈ കുപ്പി വെക്കുന്നേ? സോറി മോളെ, എടുത്തുകളെ മറന്നുപോയി. കെട്ടിക്കാൻ പ്രായമായ മക്കളുള്ളതല്ലേ, അവരെ കെട്ടിച്ചു വിട്ട് കൊച്ചുമക്കളൊക്കെ ആയി അവരെ അപ്പൂപ്പാന്ന് വിളിക്കുന്നവരെങ്കിലും ജീവിക്കണമെന്നില്ലേ? ഈ നാശം പിടിച്ച് നിർത്തണമെന്ന് വിചാരിക്കും, പക്ഷെ അതെനിക്ക് പറ്റുന്നില്ല മോളെ. ഒരു ശീലത്തെ മറക്കാൻ വേറൊരു ദുശീലം അല്ലേ? എന്നാ പിടിച്ചോ. ഇന്ന് എന്തായാലും ഈ മുന്തിരി ജ്യൂസ് കുടിച്ചാ മതി. മുന്തിരിയോ? ഞാൻ അടിക്കുന്ന മറ്റേ ബോട്ടിലല്ലാതെ എന്ത് കുടിച്ചാലും എന്റെ കൈ കിടുകിടാന്ന് വിറയ്ക്കും മോളെ. അത് ശരി. അതെന്നേ. എങ്കിൽ ചേട്ടന്റെ കുപ്പിയിലാക്കി തരാം, കുടിച്ചോ. ഇന്നാ കുടിച്ചോ. വേണ്ട. എന്താ വല്ല നാറ്റമുണ്ടോ? ഒരു നാറ്റവും തോന്നുന്നില്ല മോളെ. ഇല്ലെന്നോ? എന്നാ ഞാനൊരു ഐഡിയ പറഞ്ഞിട്ടെ. ഈ വിരൽ ഇങ്ങനെ മൂക്കി പിടിച്ചിട്ട് ഒറ്റയടി. ഞാൻ വേണമെങ്കിൽ കമ്പനി തരാം. ഞാൻ ഛർദിക്കും എന്റെ പൊന്നു മോളെ. ഇല്ല ചേട്ടാ, ഇത് കുടിച്ചേ പറ്റൂ. ഈ ഓഫീസിൽ സെക്യൂരിറ്റിയെ കൂടി വിളി പിഴപ്പിക്കുന്ന തോന്നുന്നേ. ഇത് നിങ്ങൾ എന്തായി കാണിക്കുന്നേ? നീ തന്നെ ചോദിക്കു വെച്ചേ. അയാള് വേണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ നിർബന്ധിക്കുന്നേ? അതിന് ഞാൻ വല്ല പോയിസൺ ആണോ? അതെ, പോയിസനോ പായസമോ അങ്ങേർക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്തിനാ കുടിക്കാൻ നിർബന്ധിക്കുന്നേ? നല്ല കാര്യം, ദൈവത്തെ പോലെ നീ എന്നെ വന്ന് രക്ഷിച്ചല്ലോ. എന്തോന്ന്? തനിക്ക് തന്നെ ഞാനിത് ഒഴിച്ചു തന്നല്ലോ, എന്നെ പറഞ്ഞാ മതി. ചേട്ടാ വിട്ടേക്ക് ചേട്ടാ, ഞാനുണ്ട് ചേട്ടൻ. അപ്പൊ ആ ഒരു കുടുംബക്കാരനവരെ ഇങ്ങനെ നശിപ്പിച്ച് കളയരുത്. സെക്യൂരിറ്റി എന്ന് വെച്ചാൽ അത്ര വലിയ കുറഞ്ഞ ജോലിയാന്ന് വിചാരിച്ചു. എത്ര രാവും പകലും ഇവിടെ കഷ്ടപ്പെടുന്നു. ഇങ്ങനെ കഷ്ടപ്പെടുന്നില്ലേ? അത് മനസ്സിലാക്കാതെ ഓവറായി സംസാരിക്കരുത്. വിട്ടുകളേട്ടാ. ഈ സാധനം കൈകൊണ്ട് തൊടലാൻ സത്യം ചെയ്യട്ടാ. ഈ നിൽക്കുന്ന കൊച്ചാണ് സത്യം. ഇനി മുതൽ ഞാൻ ഈ സാധനം എന്റെ കൈ കൊണ്ട് തൊടത്തില്ല മോനെ. കൈ കൊടുക്കേട്ടാ. തന്നെ പോലുള്ള കിഴങ്ങുമാർക്ക് പറ്റിയ ഒരുത്തം വരും. ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഒരു അമേരിക്കൻ ചെക്കനെ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. എന്താ മോനെ കഴിക്കാൻ എടുക്കണത്? അതെ, കുടിക്കാൻ കാപ്പി എടുക്കട്ടെ? മരുമോനെ, കാപ്പിയിൽ മധുരം ഇടാലോ അല്ലേ? കുറച്ച് കൂടുതലായിക്കോട്ടെ, അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതെന്റെ മോളാ ജോത്സ്ന. ജോത്സ്ന പേര് പോലെ ആള് നല്ല സുന്ദരിയാണല്ലോ. ഹായ്. ഹായ്. I didn't expect this much. You look so manly. എന്തോ അടാ പറയുന്നേ? She can sing well. ഡേയ് ചേട്ടാ, എന്താ സിംഗ് വെല്ലെന്നൊക്കെ പറയുന്നത്? സിംഗ് എന്ന് പറഞ്ഞാ പാട്ട്, വെല്ലെന്ന് വെച്ചാ കിണറ്. അയ്യോ, കിണറ്റിനകത്ത് ഇറങ്ങി പാടുവന്നു. അയ്യേ, അതെ മോളെ, നീ കിണറ്റിലൊന്നും ഇറങ്ങി പാടണ്ട, ഇവിടെ നിന്ന് അങ്ങ് പാടിയാ മതി. ഒന്ന് പാടന്നേ. എന്താ എന്താ? ഒരു മിനിറ്റ്, താനിങ് വന്നേ. എടോ, ഒരു മിനിറ്റ് ഇങ്ങോട്ടൊന്ന് വരാൻ. എന്താ എന്താ? വാ. ഒരു മിനിറ്റ് മോനെ. പോയിട്ട് വാ. എന്താടോ ഇത്? തിരിക്കുന്ന ആരെന്ന് തനിക്ക് അറിയാവോ? പെണ്ണ് കാണാൻ വന്നവര്. രണ്ടാം കട്ട ചെറുക്കനെ റൗഡി പിള്ളേരെല്ലാം അവിടെ ഇട്ട് അടിക്കുന്നു. അകത്തിരിക്കുന്നത് റൗഡി ഗുണയാ. ഗുണയോ? അതെ, കാപ്പി കുടിക്കേ. അകത്ത് കൂടി, വേറെ പണിയൊന്നുമില്ല. എപ്പോ നോക്കിയാലും ദേഷ്യം. ശരിക്ക് പറയുകയാണെങ്കിൽ 12 പേരെ കൊന്ന കൂളിംഗ് ഗ്ലാസ് ഗുണയാണ് അകത്തിരിക്കുന്നത്. ശരിയാ, മിനിസ്റ്ററുടെ ആളുകൾ ഓഫീസിൽ വന്ന് എന്റെ അടുത്ത് ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ ഒപ്പിട്ടില്ല. ഒപ്പിട്ടേരെ, ഇല്ലെങ്കിലേ നിന്റെ കാര്യം പോക്ക. എന്നാ ഞാൻ പിന്നെ വരാം. ഗുണ, കണ്ടുപിടിച്ചല്ലേ? മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാൻ നോക്ക്. അതെ, താൻ പോകാൻ പറയുമ്പോ പോകാനായിട്ട് ഞാനെന്താ ഇവിടുത്തെ വേലക്കാരനാണോ? Daddy, I like him so much. കണ്ടോ, തന്റെ മോൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. നീ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ന്യായവും ധർമ്മവും ഒക്കെ നോക്കാൻ ഞാനെന്താ ശ്രീരാമനാണോ? രാവണൻ. പൊക്കോ. എല്ലാ ഫയലും വണ്ടിയിലുണ്ട്. ചെന്ന് വേഗം ഒപ്പിട്. അയ്യോ, പൊന്നുമോള് പാടിക്കോ. എടാവേ, പോയാലോ? നല്ല പാട്ടാ ചേട്ടാ. ഇട്ടോ. ആഹാ, നീ ടെമ്പോ കളയല്ലേ? ഞാൻ ഒപ്പിടുന്നുണ്ടല്ലോ, പിന്നെ മര്യാദയ്ക്ക് ഒപ്പിടാവോ? നീ എന്തിനാ കരയുന്നത്? അത് ആ പെണ്ണ് അമ്മയുടെ സ്നേഹം കോരിച്ചെരിഞ്ഞു ചേട്ടാ. എപ്പോഴാടാ?
അത് ആ പാട്ടിന്റെ 4ാമത്തെ വരിയില്. ശരിയാ ശരിയാ. എന്റെ പാട്ടായത്. എന്റെ പാട്ട് എങ്ങനെയുണ്ട്? വെരി നൈസ്. എടാ കമലഹാസന്റെ മോടെ പേരെന്നാ? സുറുതി. പാട്ടിനകത്ത് സുറുതി നന്നായിട്ടുണ്ട്. അതും 4ാമത്തെ വരിയിൽ അമ്മയോടുള്ള വാത്സല്യം കാണിച്ചില്ലേ? ചേട്ടാ ഞാനല്ലേ തകർത്തു. ഓക്കെ ഓക്കെ, പൊളിച്ചടുക്കി. താങ്ക് യു. ഗുണ, ഞാൻ ഒപ്പിട്ട് കഴിഞ്ഞു. വേഗം പോകാൻ നോക്ക്. ഡാഡി ഡിസ്റ്റർബ് ചെയ്യാ. ഡാഡി ജോത്സന, ആ കുന്തം കൊണ്ട് അകത്തേക്ക് പോ. ജോത്സന, ബൈ ജോത്സന. നടക്കടാ. എന്താ ജോലി സമയത്ത് വായിക്കോട്ട് വിടുന്നത്? ദേ കൊച്ചേ, ഈ പ്രോജക്റ്റ് ഒന്ന് വെരിഫൈ ചെയ്തേ. ആ സഞ്ജീവേ സർ, നീ സുനിതയുടെ കൂടെ കൂടിയിട്ട് ആ ബാങ്കിങ് പ്രോജക്റ്റ് വേഗം തീർക്കണം. സർ 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 അവളുടെ കൂടെ മാത്രം വേണ്ട സർ. വൈ? അവൾ ഇന്നലെ ഒരുത്തൻ്റെ കൂടെ വെള്ളം അടിച്ചോണ്ടിരിക്കുകയായിരുന്നു സർ. വെള്ളം അടിച്ചെന്നോ? ആ പ്രാതലേ, 4th ഫ്ലോറിൽ പോയിട്ട് ആ സുനിതയോടൊന്ന് വരാൻ പറഞ്ഞേ. ശരിയാണോടെ പറഞ്ഞേ? സാറിന്റെ തലേ തൊട്ട് ഞാൻ സത്യം. എന്റെ തല തെറിച്ചോട്ടുന്നല്ലോ. സർ വിളിച്ചായിരുന്നോ? ചോദിക്കു സാറേ. ഇന്നലെ ഒരാളുടെ കൂടെ നീ വെള്ളം അടിച്ചോ ഇല്ലയോ? ഫസ്റ്റ് ഒരാളുടെ കൂടെ ചേർന്ന് അടിച്ചായിരുന്നു. പക്ഷേ അയാൾക്ക് ശരിക്കും അടിക്കാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ ഫോൺ ചെയ്ത് മറ്റുള്ളവരോടും കൂടി വരാൻ പറഞ്ഞു. എടി പരമദ്രോഹി. 5 പേര് വന്നിരുന്നു സർ. മൊത്തം 6 പേര് ചേർന്ന് അടിച്ചത്. കേട്ടില്ല 6 പേരെന്ന്. അതാ ഞാൻ ഓർത്തത്. നീ ഒറ്റയ്ക്ക് പോയി വെള്ളം അടിച്ചെന്ന് കേട്ടപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. സാർ, സാറെന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? ഇപ്പൊ നിന്റെ സംശയമൊക്കെ തീർന്നല്ലോ. സുനിതേ, നീ ഒരു കാര്യം ചെയ്യും. നാളെ രാവിലെ ഓഫീസിൽ വന്നിട്ട് സൈൻ ചെയ്തിട്ട് ഓൺ ഡ്യൂട്ടിയിൽ തന്നെ പോയി വെള്ളം അടിച്ചോ. താങ്ക് യു സർ, താങ്ക് യു. എന്താ സാർ ഇങ്ങനെ ഒരു പെണ്ണിനെ വെള്ളം അടിക്കാൻ മൂപ്പിച്ചു വിടുന്നത്? മൂപ്പിച്ചെന്നോ? അവള് വെള്ളം അടിക്കണ പോലെ നിനക്ക് വെള്ളം അടിക്കാൻ പറ്റുമോ? ഞാൻ അത്രക്കാരനല്ല. അവളൊരു പെണ്ണാണെന്ന് പോലും വിചാരിക്കാതെ ഏരിയ മുഴുവൻ അവള് കലക്കി മറിക്കും. ചോദിക്കാനും പറയാനും വീട്ടിലാരുമില്ലേ? അമ്മ ആദ്യം സമ്മതിക്കില്ലായിരുന്നു. ഇതൊക്കെ സോഷ്യൽ വർക്കാണെന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് മനസ്സിലായി. അന്ന് തുടങ്ങി അമ്മയ്ക്ക് ഇൻട്രസ്റ്റ് വന്നിട്ട് എപ്പോഴാ വെള്ളമടിക്കാൻ പോകുന്നേന്ന് ചോദിച്ചോണ്ട് എന്റെ പുറകെ നടക്കും. ആക്ച്വലി അതാണല്ലോ ഇതിന്റെ സ്പെഷ്യാലിറ്റി. ഇറങ്ങിക്കഴിഞ്ഞാ ഇതിന്ന് ഊരിപ്പോരാൻ പറ്റില്ല. സാർ, ഇതിങ്ങനെ ഓപ്പൺ ആയിട്ടൊക്കെ അടിക്കാമോ സാർ? അതെന്താ, എല്ലാവരും ഓപ്പൺ ആയി തന്നെയല്ലേ അടിക്കുന്നേ? അതുപോലെ ഞങ്ങളും ഓപ്പൺ ആയിട്ട് അടിക്കുന്നു. ഓപ്പൺ ആയിട്ട് അടിക്കുന്നോണ്ട് ഞാനൊരു തെറ്റും കാണുന്നില്ല. മനസ്സിലായില്ലേ? എങ്ങനെ ഈ സ്മെല്ല് സഹിക്കുന്നേ? ഓ, വേറെ എന്താ വഴി? നാറ്റം കാരണം ഛർദിക്കാൻ വരും. അതെ, മൂക്കും പൊത്തി പിടിച്ച് അടിക്കായിരുന്നു. പെണ്ണായിട്ട് ജനിച്ചിരിക്കുന്നു. നിന്നെയൊക്കെ നല്ല പ്രായത്തിൽ വെല്ലവന്റെ തല കെട്ടിവെച്ച് കൊടുക്കണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തും ഇത്ര ചീപ്പ് മെന്റാലിറ്റി ആയിട്ടിരിക്കുന്ന എങ്ങനെയാ? ഇയാളൊക്കെ ഏത് ലോകത്താ സർ? എന്താ ഇത്? അത് പോട്ടെ മോളെ, നാളെ ഇവനെയും കൂടെ കൊണ്ടുപോയി വെള്ളം അടിക്കണം നീ. അപ്പോഴേ അവൻ അതിന്റെ good times പിടിക്കും. നീ ആദ്യം നിന്റെ പ്രോജക്റ്റ് നോക്ക്. ഈ പ്രോജക്റ്റ് ഞങ്ങൾ നോക്കണം. വാ മോളെ. വെള്ളം അടിക്കാൻ പോയി. ആരെങ്കിലും ജോലി എടുക്കൂ. ഇതാണോ ന്യൂ ജനറേഷൻ?